ട്രാൻസിഷൻ കുറെ വലിച്ചടിച്ച് നോക്കി, ഒന്നും നടന്നില്ല. അപ്പോ നമ്മൾ ഉറപ്പായിട്ടും ഒരു ഫെയിലിയർ വന്നല്ലോ. അപ്പോൾ ഈ കഴിഞ്ഞ ന്യൂസിലൻഡ് സീരീസിലൊന്നും ശരിയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഭാഗ്യവശാൽ ഞാൻ ടീമിന് പുറത്തു പോയപ്പോൾ ഉറപ്പായിട്ടും വിഷമം ഉണ്ടായിരുന്നു, കുറെ സങ്കടം ഉണ്ടായിരുന്നു, കുറെ ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഇമോഷൻസ് എല്ലാം ഫീൽ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു 7 ദിവസം കിട്ടിയായിരുന്നു ടീമിന്റെ കൂടെ തന്നെ. അപ്പോൾ ആ ഒരു 7 ദിവസത്തിൽ നമ്മൾ വെറുതെ ഇരിക്കാതെ വർക്ക് ചെയ്യുമല്ലോ, നമ്മൾ ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പോകും, മെന്റലി വർക്ക് ചെയ്യും. അപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു എന്താണ് ഞാൻ ന്യൂസിലൻഡ് സീരീസ് മോശമായിട്ട് ചെയ്തത്, അപ്പോൾ അടുത്ത അവസരം കിട്ടുകയാണെങ്കിൽ ഇനി എന്താണ് ബെറ്റർ ആയിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു റീബിൽഡിംഗ് ഫേസ് എനിക്കൊരു 7 ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ എനിക്ക് സക്സസിനെ കാട്ടി കൂടുതൽ കിട്ടിയിട്ടുള്ള ഫെയിലിയേഴ്സ് ആണ്. അപ്പോൾ ഈ ഫെയിലിയേഴ്സിന് പെട്ടെന്ന് തിരിച്ചു വരാൻ ഉള്ളൊരു പാഠം ദൈവം സഹായിച്ച് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഫെയിലിയറിന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, ഓക്കെ ഇനി സക്സസ് കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ മനസ്സിലായി കൂടുതൽ വലിച്ചടിക്കേണ്ട ആവശ്യമില്ല, ബോൾ നോക്കി ടൈം ചെയ്യാനും പറ്റുമെന്നുള്ളൊരു ടാലന്റ് എനിക്ക് ഉണ്ടെന്ന് എനിക്കറിയാം.